വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗൈസ്. ഫ്രണ്ട്സി പൂൾ. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ. കൂടെ മെജും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ബിഫോർ വാച്ചിങ് വീഡിയോ ആണ്. നമുക്ക് കഴിഞ്ഞ മാസം പകുതിയിൽ ഇറങ്ങേണ്ട ഒരു പടമായിരുന്നു. ആൻഡ് ഈ പടം എക്സ്റ്റെൻഡ് ചെയ്ത് എന്തോ കാരണങ്ങൾ കാരണം ഈ പടം എക്സ്റ്റെൻഡ് ചെയ്ത് ജനുവരി 1-ാം തീയതിയാണ് ഇപ്പോൾ റിലീസ് ആവുന്നത്. വേറെ ഒന്നല്ല, നമ്മുടെ സോണിയുടെ ഒരു പടമാണ്. അതും മാർവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പടം തന്നെ, ക്രേവൻ ദ ഹണ്ടർ. ക്രേവൻ ദ ഹണ്ടർ സോണിയുടെ പുതിയൊരു സ്പൈഡർമാൻ വില്ലനെ ബേസ് ചെയ്തിട്ടുള്ള പടമാണ്. ക്രേവൻ ഈ ഒരു ക്യാരക്ടർ സ്പൈഡർമാൻ്റെ ഏറ്റവും വലിയൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലൻ തന്നെയാണ്. നമ്മൾ ഗെയിംസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ നമ്മുടെ എസ് എസ് യു എന്ന് വെച്ചാൽ ഇപ്പോൾ എങ്ങനെയാണ് അതിനെ വിളിക്കുന്നത്, സോണി സ്പൈഡർമാൻ യൂണിവേഴ്സ്. അതിലുള്ള 6-ാമത്തെ പടമാണിത്. ആൻഡ് എന്താ പറയുക, സ്പൈഡർമാൻ ഇല്ലാത്ത ഒരു സോണി സ്പൈഡർമാൻ യൂണിവേഴ്സ്. അപ്പോൾ അതിലുള്ള 6-ാമത്തെ പടമാണ്. ഇതിൽ അഭിനയിക്കുന്നത് ആരൺ ടൈലർ ജോൺസൺ ആണ് ക്രേവനായിട്ട്. നമുക്ക് ഈ ഒരു ആക്ടറിനെ എംസിയുടെ ക്വിക്ക് സിൽവർ ആയിട്ട് അറിയാം. അതുപോലെ തന്നെ നിരവധി പ്രൊജക്ട്സിൽ വന്നിട്ടുണ്ട്. പിന്നെ പഴയൊരു പടമായ കിക്കാസ് ഒരു സൂപ്പർ ഹീറോ റിലേറ്റഡ് ആണ്. അതിലത്തെ മെയിൻ ക്യാരക്ടറായിട്ടും അഭിനയിച്ചിട്ടുണ്ട് ഈ ഒരു ആക്ടർ. റസൽ ക്രോ ആണ് ഇതിൽ ക്രേവൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്, നിക്കോളായ് ക്രേവനോഫ്. ഇദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു റൂത്ത്ലെസ് ക്രൈം ലോർഡാണ്. ആൻഡ് റസൽ ക്രൗവിൻ്റെ ഒരു 3-ാമത്തെ ഫാദർ കഥാപാത്രമായിരിക്കും ഈ ഒരു സൂപ്പർ ഹീറോൻ്റെ ആ ഒരു വേൾഡിൽ നോക്കുകയാണെങ്കിൽ. കാരണം മാൻ ഓഫ് സ്റ്റീലിൽ ജോറൽ സൂപ്പർമാൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തോർ ലവ് ആൻഡ് തണ്ടറിൽ സ്യൂസ് ആയിട്ടും അഭിനയിച്ചിട്ടുണ്ട്. ഇതിലുള്ള മറ്റ് ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് പറയുമെങ്കിൽ, ഒന്ന് അറിയാന ഡെബോസയുടെ കലിപ്സോ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഒരു വൂഡു പ്രീസ്റ്റ് ആണ്. അതുപോലെ തന്നെ ക്രേവൻ്റെ ലവ് ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ഫ്രെഡ് ഹെച്ചിങ്കർ ആണ് ഡിമിട്രി ക്രേവനോഫ് ആയിട്ട്. ഈ ഒരു ക്യാരക്ടറിനെ കെമീലിയൻ ആയിട്ടും പറയും. സ്പൈഡർമാൻ്റെ ഒരു വില്ലൻ തന്നെയാണ് ഇതും. കാരണം ഇദ്ദേഹത്തിന് ഫേസുകൾ ഇങ്ങനെ മാറ്റാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. ആൻഡ് ഓൾസോ ക്രേവൻ്റെ ഹാഫ് ബ്രദർ ആണ് ഈ ഒരു ഡിമിട്രി. പിന്നെ അലക്സാൻഡ്രോ നിവോളോൻ്റെ ക്യാരക്ടറാണ് അലക്സി സെറ്റ്സെവിച്ച്, അല്ലെങ്കിൽ റൈനോ എന്ന് പറയും. ഇതൊരു റഷ്യൻ മേഴ്സണറി ആണ്. ഇദ്ദേഹത്തിന് ഹ്യൂമൻ ആണ് ഈ ഒരു ക്യാരക്ടർ. ഒരു റൈനോ ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് ആണ്. കോമിക്സിലൊരു സ്പൈഡർമാൻ്റെ വില്ലൻ തന്നെയാണ് ഈ ഒരു ക്യാരക്ടർ. റൈനോ എന്ന് തന്നെയാണ് ഇതിൻ്റെ പേരും വരുന്നത്, ഈ ഒരു വില്ലൻ ക്യാരക്ടറിൻ്റെ. പിന്നെ ഒരു ക്യാരക്ടർ പറയാനുള്ളത് ഒരു ഫോറിനർ ആണ്. നമ്മുടെ ക്രിസ്റ്റഫർ അബോട്ടിൻ്റെ ക്യാരക്ടർ. ഫോറിനർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. കോമിക്സിൽ ഇതൊരു മാർഷ്യൽ ആർട്ടിസ്റ്റ് അസാസിനാണ്. ആൻഡ് സ്പൈഡർമാനായിട്ട് കുറേ വട്ടം ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൻ്റെ ഒരു സിനോപ്സിസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, ക്രേവൻ്റെ അച്ഛൻ്റെ റിലേഷൻഷിപ്പ് കാരണം തന്നെ ഒരു എന്താ പറയുക, ഒരു വെഞ്ചിയൻസ്, ഒരു പക വീട്ടാനുള്ള ഒരു പാതയിലൂടെ പോകുന്നതാണ് ഈ ഒരു ക്യാരക്ടർ. ആൻഡ് ഓൾസോ ഏറ്റവും വലിയൊരു ഹണ്ടറായിട്ട് മാറാനും. ഈ മൂവി ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഐസ്ലാൻഡ്, ലണ്ടൻ, ഗ്ലാസ്ഗോ എന്ന സ്ഥലങ്ങളിലൊക്കെയാണ്. ഇതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ബെഞ്ചമിൻ വോൾഫിറ്റ്സ് ആണ്. മൂവി JC ചാൻഡർ ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും. അതുപോലെ തന്നെ ഒരു റേറ്റഡ് പടമാണ്. നിങ്ങളുടെ ട്രെയിലറിനും ഇതൊക്കെ നമുക്ക് ക്ലിയർ ആണ്. ഭയങ്കര ബ്ലഡ് ഷെഡും വയലൻസും ഒക്കെ നിറങ്ങിയിട്ടുള്ളതാണ്. കാരണം ഇത് റേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും നിരവധി ബ്ലഡ് ഷോട്ട്സും കാര്യങ്ങളൊക്കെ കാണാം. ഇത് മാർവൽ വേറൊരു പടത്തിന് ചെയ്യേണ്ടതായിരുന്നു. അതായത് വെനമിൻ്റെ സീരീസിൽ. കാരണം കാർലീസ് എന്ന് പറയുന്ന ക്യാരക്ടറിനൊക്കെ ഭയങ്കര ഫേമസ് ആണ് കോമിക്സിൽ, കൊല്ലുന്ന കാര്യങ്ങളിലും. ബ്ലഡി ആയിട്ടുള്ള കോമിക്സ് ആയിരിക്കും ഈ സിംബിയോട്സ് ഒക്കെ നിറഞ്ഞത്. പക്ഷേ ഈ സംഭവമൊന്നും നമ്മൾ വെനത്തിലൊന്നും കണ്ടിട്ടില്ല. എന്തായാലും സോണി ഒരു 8 മിനിറ്റിൻ്റെ ഒരു ക്ലിപ്പ് റിലീസ് ചെയ്തിട്ടുണ്ട് ആ ഒരു പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിന് ഉള്ളത്. നമുക്കറിയാം ഈ പടം ഡിസംബറിൽ പകുതിയിൽ റിലീസ് ആയിട്ടുണ്ട് കുറേ സ്ഥലങ്ങളിൽ, ഇന്ത്യ ഒഴിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു 8 മിനിറ്റ് ക്ലിപ്പ് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ SSUവിലത്തെ 4-ാമത്തെ ഒരു ക്യാരക്ടറാണ്. ഇതിൽ വെനം മാത്രമാണ് സക്സസ്ഫുൾ ആയിട്ടുള്ളൂ. ക്രേവൻ സക്സസ്ഫുൾ ആയിട്ടില്ല എന്നതാണ് ഞാൻ അറിയുന്നത്. കാരണം പടം റിലീസായ കാരണം കുറേയൊക്കെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. എന്തായാലും സോണിയുടെ അവസാനത്തെ ഒരു അറ്റംപ്റ്റ് ആണെന്നൊന്നും കേൾക്കുന്നുണ്ട്. ഇതോടുകൂടി നിർത്താമെന്നും കേൾക്കുന്നു. സോ എന്തായാലും ലെറ്റ്സ് സീ. ജനുവരി 1-ാം തീയതി നമുക്ക് കാണാം എന്താണ് ഈ മൂവിയുടെ ഒരു അവസ്ഥ എന്നുള്ളത്. എന്തായാലും മൂവിയുടെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. സോ വെയിറ്റ് ഫോർ ദാറ്റ് ഓൾസോ.